അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ദീനി ഉസ്താദ്, തോക്കി ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, സക്കാഫി ഉസ്താദ്, കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCFൻ്റെ അനിവാസികൾ, ഒമാനിലെയും UAE-യിലെയും അതുപോലെ ഈ നാട്ടുകാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ, അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂടൽ കബൂലാക്കി തരുമാരാകട്ടെ. നേരത്തെ ഇക്ബാൽ പറഞ്ഞതുപോലെ വലിയ ഒരു നേട്ടമാണ് KCF-നെ കൊണ്ടുണ്ടായത്. ഇവിടുന്ന് എങ്ങനെ പോയാലും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന നമ്മളെ നാട്ടുകാർ നല്ല സുന്നിയായിട്ട് വന്ന് സുന്നിയായിട്ട് തന്നെ മരിക്കുമെന്നുള്ള ഒരു ഉറപ്പിക്കാം നമ്മൾ KCF ഉള്ളതുകൊണ്ട് അള്ളാഹു ആ നിലക്കാക്കി തരട്ടെ. അവരുടെ ഫാത്തിഹ ശരിയാക്കുക, അത്തഹിയ്യാത്ത് ശരിയാക്കുക, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഗൾഫിൽ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനെല്ലാം പോകുമ്പോൾ ഒരു റൂമിൽ ഫുള്ള് സൗദി അറേബ്യൻ്റെ കോബാറിൽ ഫുള്ള് ജുമാ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ഥാപനത്തിൻ്റെ പൈസ ആവശ്യത്തിനല്ലേ പോകുന്നു. റൂം ഫുള്ളായിട്ട് സുഫൻ്റെ ക്ലാസ് നോക്കി, ഞാൻ മെല്ലെ നോക്കി എന്ത് ക്ലാസ് ശരിക്ക് ഫാത്തിഹ പഠിക്കുന്നു നമ്മൾ ചെറുപ്പക്കാർ. കാരണം ചെറുപ്പത്തിൽ മദ്രസക്ക് പോയിട്ട് ഫാത്തിഹ എങ്ങനെയെങ്കിലും ഓതും, പക്ഷെ അത് ഫാത്തിഹ ആകണ്ടേ. ആ ഫാത്തിഹൻ്റെ മഖ്റജുകളൊക്കെ ശരിയാക്കിയിട്ട് ശരിക്കും ഒരു നാണവും ഇല്ലാണ്ട് ഉസ്താദിന് ഓതിക്കൊടുക്കുന്നു ഓരോ ആയത്തുകൾ. ഉസ്താദ് അതിൻ്റെ തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത്തഹിയ്യാത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, അത്തഹിയ്യാത്ത്, ഈ 3 വിഷയമാണല്ലോ. അത്തഹിയ്യാത്തിലെ സ്വലാത്ത് മഖ്റജ ശരിയാകേണ്ടത്, പിന്നെല്ലാം പ്രവൃത്തിയാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്ന നമ്മളെ പ്രവാസികളാകുന്ന നമ്മളെ പ്രവർത്തകന്മാർ, കർണാടകയിലെ KCFൻ്റെ ഗൾഫിൻ്റെ പ്രവർത്തകന്മാർ. പിന്നെ ഒരിടത്ത് നോക്കുമ്പോൾ റൂമിൽ ഫുള്ള് ഇഷാറ മന്ത്രി നിറഞ്ഞിനി. കാരണം ആ കുട്ടിക്ക് ഉറങ്ങാൻ ജാഗയില്ല റൂമിൽ. ഫുള്ള് ഇഷാറ, ഗൾഫ് ഇഷാറ എല്ലായിടത്തുമൊക്കെ എത്തിക്കുന്നു. ജോലിൻ്റെ സമയം കഴിഞ്ഞ് നല്ല വിശ്രമിക്കേണ്ട സമയത്ത് നമ്മളെ ചെറുപ്പക്കാർ ഗൾഫ് ഇഷാറ ഇങ്ങനെ പല സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ട് ഒരു അനഫിക്കാരൻ്റെ അടുത്ത് ഓഞ്ചലിനാണ് കന്നഡ അണക്ക് ഇത് വായിക്കാൻ അറിയുന്നില്ല, ഇന്ത്യ ആൾ കന്നഡ അറിയുന്നില്ല, എന്നിട്ട് അയാളെ കൊണ്ട് ഗൾഫ് ഇഷാറ വായിപ്പിക്കുന്നു. വലിയ 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 പ്രവർത്തനങ്ങൾ. അതിന് പുറമെ സഹോദരങ്ങൾ, നമ്മളെ നാട്ടിലുള്ള കർണാടകയിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റബിയുൽ അവ്വൽ വരുമ്പോൾ നല്ല ഉഷാറായിട്ട് ബുർദ പാടുന്ന, നല്ല ടൈയൊക്കെ കെട്ടിയ നല്ല ചെറുപ്പക്കാരായ യുവാക്കൾ, ബുർദ, മങ്കുസ് മൗലിദ്, ഉഷാറിൽ ഓരോ റൂമിലും ഓരോ ദിവസം പല സമയങ്ങളിലായി പല പ്രവാസികളുടെ റൂമിൽ മങ്കുസ് മൗലിദ്, മറ്റ് മൗലിദ്, ബുർദ, ഇങ്ങനെ മീലാദിൻ്റെ റബിയുൽ അവ്വൽ മാസത്തിൻ്റെ എന്ത് മൗലിദ്, എന്ത് മീലാദ് എന്ന് ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാർ. അൽഹംദുലില്ലാഹ് ഇതൊക്കെ കാണുമ്പോൾ എത്രയോ മുമ്പ് തന്നെ KCF തുടങ്ങണമായിരുന്നു. 11 കൊല്ലത്തെ 16,000 മെമ്പേഴ്സ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായിപ്പോയി. അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നേരത്തെ ഇക്ബാൽ പറഞ്ഞ് കുട്ടിയടിക്കുന്നു ഫിനിഷാക്കുന്നു. നമ്മൾ മൽജ സാധാരണ ഡയാലിസിന് സഹായിക്കുന്നു, ഈ ഹോം കെയറിൽ യത്തീമിനെ സഹായിക്കുന്നു, റമദാനാകുമ്പോൾ കിറ്റ് കൊടുക്കുന്നു, മാസം ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. അങ്ങനെ മൽജയിന് ഉയരാനും കഴിഞ്ഞിട്ടില്ല, ഈ റിലീഫെല്ലാം ഉള്ളത് കൊണ്ട്. അങ്ങനെ നമ്മൾ SOSൻ്റെ പ്രവർത്തകന്മാരെല്ലാം ഒരു കോവിഡിന് കുറച്ച് മുന്നേ വന്നിട്ട് പറഞ്ഞ്, തങ്ങളെ ഇവിടെ നിർബന്ധമായിട്ട് ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു പുര വേണം. നിങ്ങൾ റിലീഫിൻ്റെ ആളല്ലേ, നിങ്ങൾ മൽജ എന്ന് പറഞ്ഞാൽ റിലീഫ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കാൻ നമുക്ക് വലിയ പൈസ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. ഡയാലിസിന് വേണ്ടി ഇങ്ങനെ മാസം വരുന്ന നേർച്ചെല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ബാക്ക് പോയെങ്കിൽ നമ്മൾ പ്രവർത്തനം ഫെയിലാകും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കാം, ഇപ്പോൾ പുര കെട്ടാൻ പോയി എന്നിട്ട് SOS ആളെല്ലാം പോയി കുറ്റിയടിച്ചിട്ട് നോക്കുമ്പോൾ 18 ലക്ഷം ഉറുപ്പ്യൻ്റെ, അന്നത്തെ 18 ലക്ഷം ഉറുപ്പ്യൻ്റെ പുര. അപ്പോൾ മൽജ എന്തെങ്കിലും തരണമെന്ന്. അപ്പോൾ ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് ചെല്ലി 3 ലക്ഷം ഉറുപ്പ്യ തരാം. 1 ലക്ഷം ഉറുപ്പ്യ സ്റ്റാർട്ടിങ് പണി തുടങ്ങാൻ, 2 ലക്ഷം ഉറുപ്പ്യ ഫിനിഷിൻ്റെ സമയത്ത് തരാം. അങ്ങനെ ഈ 1 ലക്ഷം ഉറുപ്പ്യൻ്റെ പണി തുടങ്ങിയിട്ട് അങ്ങനെ ഉണ്ടായി. ഞാൻ എപ്പോഴും ബേജാറ്, ദ്വാരക്കാനുമല്ല ദ്വാരിക്കാതിരിക്കാനുമല്ല. ഫിനിഷ് ആക്കണേ റബ്ബേ എന്ന് ദ്വാരുന്നെങ്കിൽ ലാസ്റ്റ് 2 ലക്ഷം ഉറുപ്പ്യ ഞാൻ കൊടുക്കണം. ഫിനിഷ് ആക്കണ്ടെന്ന് ദ്വാരക്കാൻ പറ്റുമോ? പാവപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞ്, തങ്ങളെ നമ്മൾ അന്ന് തുടങ്ങിയ പരൻ്റെ പണി KCF ഫിനിഷാക്കിനി. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി. ആ UAE-കാരെന്നാണല്ലേ, UAE KCF അത് ഫിനിഷാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ KCFൻ്റെ പ്രവർത്തകന്മാർ ഉഷാറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് 16ാമത്തെ വീടാണ്. 100 വീട് നേരത്തെ പറഞ്ഞു 100നെ 200 ആക്കണമെന്ന് ഉസ്താദ്. 1000 ആക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ദ്വാരക്കണോ.
കാരണം എത്ര പ്രവാസികളുണ്ട് സഹോദരങ്ങളെ, 8ഉം 10ഉം പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടി ഗൾഫിൽ പോയവർ. കല്യാണം കെട്ടിച്ചിട്ട് നോക്കുമ്പോൾ ഓന് പുരയില്ലാതെ മരിച്ചു പോയ കുറേ പ്രവർത്തകന്മാരുണ്ട്, സ്വന്തം പുരയില്ലാണ്ട് മരിച്ചു പോയവർ. ആ വിഷയത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് പ്രവർത്തനങ്ങൾ ആശയപരമായിട്ടും സാമൂഹിക റിലീഫ് സാന്ത്വനപരമായിട്ടും വലിയ വലിയ പ്രവർത്തനം. കർണാടകയിലെ നമ്മൾ എ പി ഉസ്താദിൻ്റെ മറക്കാൻ കഴിയാത്ത കർണാടക യാത്ര അല്ലേ, അതിൻ്റെ മുഴുവൻ വിജയവും നമ്മൾ KCF-ൻ്റെ പ്രവർത്തകന്മാരാണ് ഉണ്ടാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള നമ്മൾ KCF-ൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ജോലിയോട് ബർക്കത്ത് കൊടുക്കട്ടെ. ചില റൂമിലെല്ലാം ഞങ്ങൾ പോകുമ്പോൾക്ക് 1-2 ആൾക്ക് പണിയില്ല. ഇങ്ങനെ ഞമ്മന്ന് പിരിവിൻ്റെ വിഷയം പറയും, ഉസ്താദ് ഞങ്ങൾ 4 ആൾ പണിയുള്ള ആൾ, ഈ 4 ആൾ പണിയുള്ള ആൾ പണിയില്ലാത്ത 2 ആളെ പോറ്റിക്കൊണ്ടുള്ളത്. കാരണം അവൻ്റെ ഇക്കാമിൻ്റെ പ്രശ്നം, തനാസുലിൻ്റെ പ്രശ്നം, ജോലി എടുക്കാൻ കഴിയുന്നില്ല, ചില ആൾക്ക് പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകന്മാരെ റൂമിലിട്ടിട്ട് പോറ്റുന്നു. നാട്ടിൽ കഴിക്കാനും നാട്ടിൽ കുറേ കടാക്കിയിട്ടല്ലേ ഒന്നിന്, നാട്ടിലേക്ക് പോകാനും കഴിയുന്നില്ല, അവിടെ പുറത്തിറങ്ങാനും കഴിയുന്നില്ല. അപ്പോൾ എന്തെല്ലാം നമ്മൾ വിചാരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫുകാർ എന്ന് പറഞ്ഞാൽ വലിയ പൈസൻ്റെ എന്ന് നമ്മൾ വിചാരിക്കണ്ട. അപ്പോൾ അവരുടെ ജോലിൻ്റെ ഇടയ്ക്ക് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സാന്ത്വന റിലീഫുകളൊക്കെ നടത്തി അവരെ കുടുംബത്തിനെ പോറ്റി, അവർക്ക് സ്വന്തം വീടില്ലാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായിട്ട് പോലും നമ്മളെ പാവപ്പെട്ടവരുടെ വീടിൻ്റെ കാര്യത്തിലും കല്യാണ കാര്യത്തിലും ഒക്കെ ശ്രദ്ധിച്ച് സ്ഥാപനത്തിൻ്റെ വിജയത്തിനൊക്കെ പ്രവർത്തിച്ച് സംഘടനയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അനിവാസികളാകുന്ന KCF-ൻ്റെ പ്രവർത്തകന്മാർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഈ പറഞ്ഞ ലത്തീഫിന് വേണ്ടിയിട്ട് ഈ വീടുണ്ടാക്കി കൊടുത്ത എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയും. അള്ളാഹു ഇതിനൊക്കെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ നാട്ടിലും ഗൾഫുകൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മളിലും അവരിലുമുള്ള രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. അവസാന ആഖിബത്ത് നന്നായി മരിക്കാനും ഹബീബായ മുത്തുനബി തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഈ സംരംഭങ്ങളെല്ലാം അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.